നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ അടുത്ത് മണിരേഖ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഇവരെല്ലാവരും കോമൺ ആയിട്ട് എൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ മണിരേഖയെ പറ്റി പഠിക്കാൻ വരുന്നവരായിക്കൊള്ളട്ടെ, എന്താണ് ഇത്, നമ്മുടെ ചാനലിൽ തന്നെ മണിരേഖയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് മണിരേഖ നമ്മളിലേക്കുള്ള മണി ഫ്ലോയെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു മണി ഫ്ലോ ഇൻക്രീസ് ചെയ്ത് തരുന്നത്, ഇതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. രേഖയെ പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പൊതുവെ നമ്മൾ രേഖയെ പറ്റി അസുഖങ്ങൾ മാറാനും റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനും എല്ലാ തലത്തിലും നമ്മൾ രേഖ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും, മണിരേഖ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ മണിരേഖ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന്. മണിരേഖയും രേഖയും രണ്ടും രണ്ട് എനർജിയാണ്. മണിരേഖ എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ സ്പിരിച്വൽ എനർജിയാണ്. ഈ ഒരു സ്പിരിച്വൽ എനർജി വെച്ചിട്ട് 3 ലെവൽസാണ് നമുക്ക് മണിരേഖയ്ക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ഫസ്റ്റ് ലെവലുള്ള ആളുകൾക്ക് തൊട്ട് തന്നെ മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും സ്വയം ഹീൽ ചെയ്യാനും പറ്റും. 2 സിമ്പിൾസാണ് ഫസ്റ്റ് ലെവലിലുള്ളത്. ഈ ഫസ്റ്റ് ലെവലിൽ പഠിക്കുന്ന ആളുകൾക്ക് പോലും അറ്റൂൺമെൻറ്റ് എടുക്കുന്ന മൊമെൻ്റ് തൊട്ടിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങുന്നു. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കും, മണിരേഖ അറ്റൂൺമെൻറ്റ് എടുത്താൽ അല്ലെങ്കിൽ മണിരേഖ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ നല്ല രീതിയിൽ കിട്ടുമായിരിക്കും അല്ലേ മാം എന്ന്. തീർച്ചയായും കിട്ടും. പക്ഷേ ഈ മണിയുടെ സ്പിരിച്വൽ എനർജി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ സ്പിരിച്വൽ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. അതായത് സമ്പത്തെന്ന് പറയുന്നത് പണം മാത്രമാണോ? ഒരിക്കലുമല്ല. സമ്പത്ത് എന്ന് പറയുന്നത് പണം മാത്രമല്ല. നമ്മുടെ പൂർണ്ണ ആരോഗ്യം നമ്മുടെ സമ്പത്താണ്. നല്ല ബന്ധങ്ങൾ നമ്മുടെ സമ്പത്താണ്. ആഹാരം, വസ്ത്രം, ഇതെല്ലാം നമ്മളിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സ്പിരിച്വൽ എനർജിയാണ് മണിരേഖ എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള എല്ലാ ഐശ്വര്യങ്ങളും സകല സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് മണിരേഖ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, അപ്പോൾ മണിരേഖ പഠിച്ചാൽ നമുക്ക് ആഗ്രഹിക്കുന്ന എല്ലാം സ്വന്തമാക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. കാരണം മണിരേഖയുടെ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞ് സെക്കൻഡ് ലെവൽ എടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഞാൻ കൊടുക്കുന്നത്. അതും ഓരോ സ്റ്റുഡൻസിനും സെപ്പറേറ്റായിട്ട്. സെക്കൻഡ് ലെവൽ എടുത്ത എൻ്റെ സ്റ്റുഡൻസിന് അറിയായിരിക്കും നമ്മൾ മണിരേഖ പഠിച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റി. അതായത് സെക്കൻഡ് ലെവൽ എടുത്തു കഴിഞ്ഞാൽ വളരെ പവർഫുള്ളായ 3 സിമ്പിൾസ് ഉണ്ട്. ഈ 3 സിമ്പിൾസും ഇതിൽ തന്നെ വളരെ പവർഫുള്ളായി നമ്മുടെ മാനിഫെസ്റ്റേഷനെ സഹായിക്കുന്ന സിമ്പിളുണ്ട്. ഈ സിമ്പിൾ വെച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈവൻ ഫസ്റ്റ് ലെവൽ എടുത്ത ആളുകൾക്കാണെങ്കിലും നമ്മുടെ ബാഡ് കർമാസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മളിലേക്ക് പണത്തിൻ്റെ ഒഴുക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സിമ്പിളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ലെവലിൽ പഠിക്കുന്നത്. മണിരേഖയുടെ അറ്റൂൺമെൻ്റ് എടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് നമ്മൾ അറ്റൂൺമെൻറ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മണിരേഖയുടെ അറ്റൂൺമെൻറ്റ് എടുക്കുന്ന സമയത്ത് മണി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കർമാസും, എല്ലാ നെഗറ്റിവിറ്റിയും, ബ്ലോക്കുകളും, അൺവാണ്ടഡ് ആയിട്ടുള്ള കോൺട്രാക്ട്സ്. എന്താണ് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള കോൺട്രാക്ട്സ് എന്ന് പറയുമ്പോൾ, നമുക്ക് സമ്പാദിക്കാനുള്ള കഴിവുണ്ടാവും, നല്ല ജോലി ഉണ്ടാവും, നല്ല വരുമാനം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 1,00,000 രൂപ വരുമാനം ഉണ്ടായാൽ പോലും ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല, എല്ലാം
സഹോദരങ്ങൾക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരിക, പാരൻസിന് വേണം, കുട്ടികൾക്ക് വേണം, ആരെങ്കിലും ചെയ്തു വെച്ച കടബാധ്യതകൾ നമ്മൾ തീർക്കേണ്ടി വരിക. ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് എന്ന് വെച്ചത് നമ്മുടെ ചുറ്റുമുള്ള ആളെ സഹായിക്കേണ്ട എന്നല്ല, അനാവശ്യമായിട്ട് നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നമ്മുടെ പണം ചിലവഴിക്കേണ്ടി വരിക. അൺവാണ്ടഡ് കോൺട്രാക്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതാണ്. സോ ഇത്തരം കാര്യങ്ങൾ, അതായത് അൺവാണ്ടഡ് കോൺട്രാക്ട്സ്, നെഗറ്റിവിറ്റി, പണവുമായിട്ട് റിലേറ്റ് ചെയ്ത നെഗറ്റിവിറ്റീസ്, നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ആവാം, ഭയമാവാം, അതുപോലെ പാസ്റ്റ് ലൈഫിലും ഈ ലൈഫിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പണം എന്ന ആ സമ്പത്തിൻ്റെ എനർജിയോട് നമ്മൾ അറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ, നമ്മുടെ ബാഡ് കർമാസ്, അതുപോലെ ബ്ലോക്കുകൾ, തടസ്സങ്ങൾ, ഇതെല്ലാം മാറ്റിയിട്ടാണ്, അതായത് അതിൻ്റെ ഒരു സിമ്പലുണ്ട്, ആ സിമ്പൽ ഉപയോഗിച്ച് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ്, ഒരു പരിധിവരെ നമ്മൾ അറ്റോൺമെൻറ്റ് പ്രോസസ്സിൽ ഇതെല്ലാം ക്ലിയർ ചെയ്യും. ഇവരുടെ എല്ലാ നെഗറ്റിവിറ്റിയും ബ്ലോക്കുകളൊക്കെ മാറ്റിയിട്ടാണ് ആ ഒരു സ്പിരിച്വൽ എനർജി നിങ്ങളിലേക്ക് പകർന്നു തരുന്നത്. സോ ഇവിടെ ഒരു ഗുരു, നിങ്ങൾക്ക് അറ്റോൺമെൻറ്റ് തരുന്ന ഗുരു ആരോ ആയിക്കൊള്ളട്ടെ, ആ ഒരു ഗുരു നമ്മളിലെ എല്ലാ നെഗറ്റിവിറ്റി, ഇപ്പം മണിയിലേക്ക് അറ്റോൺമെൻറ്റാണ് എടുക്കുന്നതെങ്കിൽ അതുമായിട്ട് സംബന്ധിച്ച എല്ലാ നെഗറ്റിവിറ്റിയും റിലീസ് ചെയ്ത്, അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മളിലേക്ക് ഈ ഒരു സ്പിരിച്വൽ മണിരേഖയുടെ ഈ ഒരു എനർജി നിങ്ങളിൽ പകർന്നു തരുന്നത്. ഇങ്ങനെ പകർന്നു തരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു നിമിഷം തൊട്ടിട്ട് നിങ്ങളിലേക്ക് ആ സമ്പത്തിൻ്റെ എനർജി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ആ ഒരു ദിവസം തൊട്ടിട്ട് നിങ്ങൾക്കതിൻ്റെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ റേക്കിയിൽ സെൽഫ് ഹീലിംഗ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് മണി റേക്കിയിലും ചെയ്യാനുണ്ട്. മെയിനായിട്ട് നമ്മുടെ റൂട്ട് ചക്രയിലും സാക്രൽ ചക്രയിലൊക്കെയാണ് ഇതിൻ്റെ ഹീലിംഗ് നമ്മൾ ചെയ്യാം. ഇനി റേക്കിയുടെ കൂടെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതിലും തെറ്റൊന്നുമില്ല. രണ്ട് എനർജിയും ഒരുമിച്ച് വിളിച്ചിട്ട് നമുക്ക് ഹീലിംഗ് കൊടുക്കാം. അപ്പോൾ ഇവിടെ പലരുടെയും ഒരു സംശയം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇത്രയൊരു മണി ഫ്ലോ? ഇപ്പം എൻ്റെ സ്റ്റുഡൻസിന് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് മെജോറിറ്റി സ്ത്രീകളാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അതെ, സ്റ്റുഡൻസ് ആണെങ്കിലും സ്ത്രീകളാണ്. അപ്പോൾ ഇവർക്ക് ഒരു വഴിയും ഇല്ലാതെ, അതായത് ഒരു വരുമാനവും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഇത് നിങ്ങളിലേക്ക് ഒരു അറ്റോൺമെൻ്റ് എന്ന രൂപത്തിൽ നിങ്ങളിലേക്ക് ആ ഒരു ഈശ്വരശക്തി, ആ ഒരു വലിയ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ, ഞാനതിനൊരു കാരണമാകുമ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇവരിൽ ഓരോരുത്തരിലും ചെറിയ രീതിയിലെങ്കിലൊരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഗുരു എന്താണോ എന്നിലേക്ക് എത്തിച്ചത്, അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ ഇങ്ങനെ ഓരോ സിമ്പിൾസും, പ്രത്യേകിച്ച് 2 സിമ്പിൾസാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണിരേഖയുടെ ഫസ്റ്റ് ലെവലിൽ ഉള്ളത്. സോ ഈ സിമ്പിൾസിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി കൊടുക്കുകയും ഈ സിമ്പിൾസ് ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളിലേക്ക് പണത്തിൻ്റെ ഫ്ലോയെ കൊണ്ടുവരണം നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതനുസരിച്ച് ഇവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പണത്തിൻ്റെ ഫ്ലോ വരാൻ തുടങ്ങും. അതായത് ഈ 2 സിമ്പിൾസിൽ ഒരു സിമ്പിൾ നിങ്ങളിലേക്ക് പണം നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാനും മറ്റൊന്ന് കാർമിക് എഫക്റ്റൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്, പണത്തിൻ്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടി. സോ ഈ സിമ്പിൾ വെച്ചിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ഇൻറ്റൻഷനും അഫർമേഷനൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരും. അതനുസരിച്ചിട്ട് നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചക്രങ്ങളിലേക്ക് ഈ ഒരു മണിരേഖയുടെ എനർജി ഫ്ലോ ഇൻക്രീസ് ആവും. അതിനനുസരിച്ചിട്ട് നിങ്ങളിലേക്ക് പണത്തിൻ്റെ ഫ്ലോയും ഇൻക്രീസ് ആവും. ഇവിടെ പണം മാത്രമല്ല, വസ്ത്രമായിട്ടും ആഹാരമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനമായിട്ടും ഭവനമായിട്ടും നല്ല ബന്ധങ്ങളായിട്ടും ഒക്കെ മണിരേഖ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. എത്രയോ പേര് എൻ്റെ അടുത്ത് ജോലിയില്ല, ഒരു വരുമാന മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു വരുന്ന എത്രയോ പേരുണ്ട്.
സോ അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഈ നമ്മുടെ കയ്യിൽ ഒരു ആയുധമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു അറിവുണ്ട്. ഈ അറിവിനെ എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല? നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാം, നിങ്ങളൊരു ഹീലറാണ്, നിങ്ങൾ മണി റേക്കി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, നമ്മുടെ ഈ ഒരു 3D വേൾഡിൽ, നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണം അത്യാവശ്യമാണ്. ആവശ്യം എന്നല്ല ഞാൻ പറയുന്നത്, അത്യാവശ്യമാണ്. കാരണം നമുക്കൊരു വസ്ത്രം വാങ്ങണമെങ്കിൽ, ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ, മഴയും വെയിലും കൊള്ളാതെ ഒരു കൂരയ്ക്കുള്ളിൽ നമുക്ക് ഒതുങ്ങണമെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ പണം വേണം. നമ്മൾ വെറുതെ ചില സിനിമകളിലൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, പട്ടിണി കിടക്കാൻ 50 രൂപ വേണം. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പണം വേണം. സോ ഈ പണത്തിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു അറിവ് വേണം. ഞാൻ പറയുന്നതിൻ്റെ പോയിൻ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഉള്ള അറിവിനെ വെച്ചാണ് നമ്മൾ ധനം ഉണ്ടാക്കുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന്? അത് കൃത്യമായിട്ട് നിങ്ങളതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് നോക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും ഓരോ അറിവിനെ ബേസ് ചെയ്തിട്ടാണ്. സോ മണി റേക്കി എന്ന് പറയുന്ന ആ ഒരു ഹീലിംഗ് ടെക്നിക്സ്, അല്ലെങ്കിൽ ഏറ്റവും ദിവ്യമായ ഒരു അറിവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടത് ഉപയോഗിക്കുന്നില്ല? ഇപ്പം റേക്കി പഠിച്ചിട്ട് മാസ്റ്റേഴ്സായ ആൾക്കാർ, അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സായ ആൾക്കാർ പോലും എൻ്റെ അടുത്ത് വന്നിട്ട് മണി റേക്കി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇത്രയും അറിവ്, റേക്കി എന്ന് പറയുന്ന വലിയൊരു അറിവാണ്, വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് ഇവർക്ക് സർവീസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് പണം ചോദിക്കാൻ മടി, പണം വാങ്ങിക്കാൻ പേടി. ഇനി ഹീലിംഗ് കൊടുത്താൽ നമ്മൾ അവരുടെ അടുത്ത് പൈസ ചോദിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നുമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ഭയം, അത് നിങ്ങൾക്ക് പണത്തെ സംബന്ധിച്ചിട്ടുള്ളൊരു ഭയമാണ്, നിങ്ങളിലേക്ക് ബ്ലോക്ക് കൊണ്ടുവരും ഈ ഭയം. ആ ഭയത്തെയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആദ്യം എടുത്ത് കളയുന്നത്. കാരണം നിങ്ങളിലുള്ള അറിവിനെ നിങ്ങൾ ആദ്യം വിശ്വസിക്കണം. നിങ്ങൾ ആദ്യം വിശ്വസിക്കൂ, നിങ്ങളുടെ അറിവിനെ നിങ്ങൾ വിശ്വസിക്കൂ. എൻ്റെ സ്റ്റുഡൻസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റേക്കി ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആയിട്ട് വരെയുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അവരെ ഞാൻ ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുക സത്യത്തിൽ. കാരണം നിങ്ങളുടെ അറിവിനെ നിങ്ങൾ എന്തിനിങ്ങനെ മറച്ചു വെക്കണം? ഇത് ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം അതിൻ്റെ പ്രാധാന്യത്തെ, പണത്തിൻ്റെ പ്രാധാന്യത്തെയും ആ പണത്തിനെ സ്നേഹിക്കേണ്ടത് ഒരു രീതിയും, നിങ്ങളുടെ അറിവിനെ നിങ്ങൾ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു രീതിയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി എനിക്ക് എത്ര കോൾസാണ് വരണേന്നറിയോ? ഒരുപാട് പേര്, അതും വീട്ടിലിരിക്കുന്ന അമ്മമാരാണ് മെജോറിറ്റി. സോ അവർക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ കുട്ടികളായിക്കോട്ടെ, നിങ്ങളുടെ പാരൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ പണം തരുന്നുണ്ടാവും, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പണം തരുന്നുണ്ടാവും, നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നുണ്ടാവും. പക്ഷെ സ്വന്തമായിട്ട് നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു 500 രൂപയും നമ്മുടെ ഹസ്ബൻഡോ നമ്മുടെ കുട്ടികളോ ഈ പറഞ്ഞ പോലെ ആരോ ആയിക്കൊള്ളട്ടെ, നമുക്കിനി 50,000 രൂപ തന്നാലും ആ 500 രൂപയുടെ വില വരുമോ ഈ 50,000-ന്? ആലോചിച്ച് നോക്കുക. നമ്മൾ സ്വയമായി, നമ്മൾ അധ്വാനിച്ച്, നമ്മുടെ അറിവിനാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പണം, അത് എത്രയും ആയിക്കൊള്ളട്ടെ, അതിൻ്റെ മൂല്യം നമുക്ക് വിലമതിക്കാനാവാത്തതാണ്. ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളതൊന്ന് മനസ്സിലാക്കൂ. ആ അറിവിനെ നിങ്ങൾ മനസ്സിലാക്കൂ. അതാണ് ഞാൻ പറയുന്നത്, മണി റേക്കി എങ്ങനെയാണ് നിങ്ങളിലേക്ക് പണത്തെ എത്തിക്കുന്നതെന്ന്. ആ അറ്റോൺമെൻറ്റ് കഴിഞ്ഞ് ആ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തന്നതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ പണം നിങ്ങളിലേക്ക് എത്തിക്കാം. ഹീലിംഗ് എടുക്കാൻ ഞാൻ എപ്പോഴും പറയും, നമുക്ക് ചുറ്റുമുള്ളവരെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ നിങ്ങളെ ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. റേക്കി എന്നും മണി റേക്കി എന്നൊക്കെ പറയുന്നത് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളാണ്. നമ്മളിത് പഠിച്ച് നമ്മളെ മാത്രം ഹീൽ ചെയ്യുക, ചുമ്മാ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. എന്ത് കാര്യം അതിലുള്ളത്? കാര്യമുണ്ട്, ഇല്ല എന്നല്ല.
പക്ഷേ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഇല്ലേ? മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ്. നമുക്ക് ചുറ്റും നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ചുറ്റും ഈ പ്രപഞ്ചത്തിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് നന്മ പകരുക എന്നത്. വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് നന്മ പകരുക, അവർക്ക് വേണ്ടി കരുതി വയ്ക്കുക ഈ പ്രകൃതിയുടെ സ്വത്തിനെ, സമ്പത്തിനെ, ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും. എങ്ങനെയാണോ ഈശ്വരൻ നമുക്ക് തന്നത് അതിനെ അതുപോലെ തിരിച്ചു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. സോ നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ, നമ്മൾ അറിയാതെ ചെയ്തു പോയ മോശം കാര്യങ്ങൾ, ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ ഞാൻ എപ്പോഴും കൂടെയുണ്ട്. എൻ്റെ സ്റ്റുഡൻസിനറിയാം, അവർ ചോദിക്കുന്ന എത്ര ചെറിയ ചോദ്യമാണെങ്കിലും ഞാനത് ക്ലിയർ ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ കുറച്ച് സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോവായിരിക്കും, പക്ഷേ ലേറ്റായി പോവും. കാരണം ഒരുപാട് ഹീലിങ്ങും ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴും കമൻസിന് റിപ്ലൈ തരുമ്പോഴും മെയിലിന് റിപ്ലൈ തരുമ്പോഴും ഒരുപാട് സങ്കടത്തോടെ എന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ട്, കരഞ്ഞ് വിളിക്കുന്ന ആൾക്കാർ. അവരെൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ലാസ്റ്റ് എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒന്നിക്കെ പറയും ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മാമിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്തോ ഒരു സമാധാനം തോന്നുന്നു, ഒരു സന്തോഷം തോന്നുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ സന്തോഷവും സമാധാനവും ഒക്കെ തരുന്നത് ഒരിക്കലും ഞാനല്ല, അത് രേഖയാണ്. ആ പൂർണ്ണബോധം എനിക്കെപ്പോഴും ഉണ്ട്. ഞാൻ ഇത്രയും പഠിച്ച് ഇപ്പോഴും ഞാൻ വലിയ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്ന് വെച്ചാൽ ഇല്ല, എനിക്കറിയില്ല. എൻ്റെ ഉള്ളിലുള്ള ആ കുഞ്ഞറിവിനെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് കൊണ്ടല്ലേ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും എന്നെ വിളിക്കുന്നതും എൻ്റെ അടുത്ത് ഹീലിംഗ് എടുക്കുന്നതും എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നതും ഒക്കെ. സോ നിങ്ങളുടെ അറിവിനെ പോളിഷ് ചെയ്യുക, നിങ്ങളുടെ അറിവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഇനി ഹീലിംഗ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ചെയ്യൂ, ധൈര്യമായിട്ട് ചെയ്യൂ. അതിനൊരു ചെറിയ തുക നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങളുടെ മണി ഫ്ലോയെ ഇൻക്രീസ് ചെയ്യാനുള്ള എല്ലാ വഴികളും മണിയിലേക്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തു തരും. കാരണം നമ്മുടെ ക്രിയേറ്റിവിറ്റിയും നമ്മുടെ പാഷൻ, നമ്മുടെ ടാലൻറ്റ്, നമ്മുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട്. ഈ കഴിവുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്നത് അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നത് നമ്മുടെ സാക്രൽ ചക്രയിലാണ്. ഈ സാക്രൽ ചക്രയെയും സമ്പത്തിൻ്റെ എനർജി കുടികൊള്ളുന്ന നമ്മുടെ റൂട്ട് ചക്രയിലേക്കുമാണ് നമ്മൾ മണിയിലേക്ക് പകരുന്നത്. നിങ്ങൾ ഡെയിലി ഹീൽ ചെയ്യുന്നത് റൂട്ട് ചക്രയും സാക്രൽ ചക്രയാണ്. മണിയിലേക്ക് പഠിക്കുന്ന ആളുകൾക്കറിയാം. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ഹിഡൻ ടാലൻസ് എല്ലാം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളിലേക്ക് വരുമാനം വരാനുള്ള മാർഗങ്ങളെല്ലാം, എല്ലാ വാതിലുകളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരും. അവസരങ്ങൾ മുന്നിലേക്ക് വരും. ഈ അവസരങ്ങളെ ബുദ്ധിപൂർവം നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് വേണ്ടുന്ന എല്ലാ വഴികളും മണിയിലേക്ക് കാണിച്ചു തരും. ഇതെല്ലാം ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങളിലേക്ക് സമ്പത്ത് വരാൻ തുടങ്ങും. മണിയിലേക്ക് പഠിച്ച ആളുകൾക്ക്, അത് കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് സെയിലാണ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതിലേക്ക് നമുക്ക് മണിയിലേക്ക് കൊടുക്കാം. നമുക്ക് ക്ലയൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് മണിയിലേക്ക് കൊടുക്കാം. നമുക്കൊരു ഷോപ്പാണുള്ളത്, നമുക്ക് കസ്റ്റമേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മണിയിലേക്ക് കൊടുക്കാം. നമ്മൾ എന്താണോ ഇൻറ്റൻഷൻ വെക്കുന്നത് അതനുസരിച്ചിട്ട് മണിയിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ മണിയിലേക്ക് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്താൽ മതി. ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അപ്പോൾ ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഡെയിലി അറ്റോൺമെൻ്റാണ്, രാത്രി ഉണ്ടാവും, പകലും ഒക്കെ അറ്റോൺമെൻ്റ് ഉണ്ട്. അപ്പോൾ പഠിക്കുന്ന താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെനിക്ക് മെയിൽ ചെയ്താൽ മതി. ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. ഞാനൊരു വീഡിയോ അയച്ചു തരുന്നുണ്ട്. അതിനോടൊപ്പം ഒരു ഫ്രീ ക്ലാസ് ഞാൻ തരുന്നുണ്ട്. എൻ്റെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് മണിയിലേക്ക് പഠിക്കാം, ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഓരോ വിദ്യാർത്ഥികളെ കൊണ്ടും പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഞാൻ തിരിച്ച് വിളിച്ച് ചോദിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് നിങ്ങളോട് എന്തായി, നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അടുത്ത് പഠിച്ച് ആളുകൾക്ക് മനസ്സിലാവും.
ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും ആ സംശയം എല്ലാം തീർക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. സോ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ മെയിൽ അയയ്ക്കുക. അത് എത്ര സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്യൂസ് ഉണ്ടെങ്കിലും, എവിടെയെങ്കിലും എത്രത്തോളം നിങ്ങൾ ഇരുട്ടലായി പോയിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒരു കുഞ്ഞു തിരുനാളം ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു വച്ചിട്ടുണ്ടാവും. അവിടേക്ക് എത്തിക്കാൻ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഞാനൊരു കാരണമായേക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു കാരണമായേക്കാം. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ, എല്ലാ നന്മയും ഉണ്ടാവട്ടെ, എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ. താങ്ക് യു.